ഞാൻ ഈ രണ്ട് കൈ നീട്ടി നിൽക്കുന്നത് എന്താന്ന് വെച്ചാലേ മഴ ചാറുണ്ടോ എന്ന് നോക്കുക കേട്ടോ. വേറെ ഒന്നല്ല, തേജപ്പം വരാറായി, അവനെ കൊണ്ടുവരാനാട്ടോ പോണത്. അപ്പൊ വിൻഷേട്ടനാട്ടോ വീഡിയോ എടുത്തു തരുന്നത്. അപ്പൊ എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തേജു ഇതേ ക്ലാസ് കഴിഞ്ഞ് വന്നു കേട്ടോ. എന്നും ക്ലാസ്സിക്ക് പോകുന്ന വീഡിയോയിൽ എടുക്കാറ്. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ തിരിച്ചു വരണ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇതേ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ സ്കൂളിൽ പോയി ഉണ്ടായത് എന്ന്. അപ്പൊ കുട്ടിക്ക് പറയാൻ ഒരുപാട് പരാതികളുണ്ട്. കാരണം ഒരു വർത്താന ചക്കനാണ് നമ്മുടെ തേജു കേട്ടോ. നമ്മൾ പറയില്ലേ പണ്ട് വർത്താന ചക്കീന്ന്, അതുപോലെ ഇതൊരു വർത്താന ചക്കനാണ് തേജു. ക്ലാസ്സിലിരുന്ന് വർത്താനം പറയണേൽ മാറ്റിയിരുത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് കുട്ടിയുടെ പരാതി. വിൻഷേട്ടന് ചെറിയൊരു തണ്ടില് വേദന കേട്ടോ. അതുകൊണ്ട് വിൻഷേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വരുമ്പോ വിൻഷേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം കയ്യോടെ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നടന്നുള്ള നേരം കളയും. അപ്പൊ വേഗം കുളിപ്പിച്ചു. ഞാൻ ഇനി വേഗം കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൻ വേഗം കളിക്കാൻ ഓടുട്ടാ. ഒരു 5 മണി തൊട്ടിട്ട് 6 മണി വരെ ഇവിടെ പിള്ളേരുടെ കൂടെ കളിക്കട്ടെ ചെയ്യാറ്. അപ്പൊ ഞാൻ വേഗം അവരെ മേലഴിച്ചിട്ട് ഇതേ വിൻഷേട്ടന്റെ അടുത്ത് കൊണ്ടിരുത്തി. പക്ഷെ അവന്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, എന്തുട്ടാണ് കഴിക്കാൻ ഉണ്ടാക്കിയേക്കണെന്ന് നോക്കാനാട്ടെ പിന്നാലെ വരണത്. പക്ഷെ നോട്ടം മാത്രമേ ഉള്ളൂ, കഴിക്കാനൊക്കെ പിന്നോട്ടാണ്. വെറും പാല് കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലും ഒരു രക്ഷയില്ല കേട്ടോ. കുട്ടി പാലങ്ങനെ തൊടുന്നില്ല. പിന്നെ ഇതേ പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയതാണ്. പിന്നെ അയിനാസ് ഉണ്ടായിരുന്നു, അത് അമ്മ നാളെ വരുമ്പോൾ കൊടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ച് കൊടുത്തു. സത്യം പറഞ്ഞവന് പാല് കുടിക്കാനും ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒന്നും ഇഷ്ടമില്ല കേട്ടോ. അവന് എന്താ ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ വിൻഷേട്ടനെ എനിക്കുള്ള കാപ്പിയൊക്കെ അത് എടുത്ത് കൊടുന്നു കേട്ടോ. അങ്ങനെ അവനെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഞങ്ങളൊപ്പം ഇരുന്നിട്ട് ഓരോന്ന് കാട്ടുന്നുണ്ട്. ഇവന് എന്താണ് ആവട്ടോ, പാല് കുടിക്കാൻ തീരെ ഇഷ്ടമല്ല. സ്മെല്ല് അവന് പിടിക്കുന്നില്ല തോന്നുന്നു. അത് പിന്നെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചെറുപ്പത്തില് പാലിന്റെ സ്മെല്ല് അങ്ങോട്ട് സെറ്റ് ആവാറില്ല കേട്ടോ. പക്ഷെ പഴംപൊരി ഇരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കി കുടിച്ചത് വിൻഷേട്ടനാട്ടോ. വിൻഷേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പാലും ബൂസ്റ്റൊക്കെ. പിന്നെ ഇതേ ടാറ്റൊക്കെ തന്നിട്ട് ആള് കളിക്കാൻ പോയിട്ടോ. ആ നേരം കൊണ്ട് ഞാൻ വേഗത അടിച്ചു വരാൻ നോക്കിട്ടോ. തുടക്കലൊക്കെ രാവിലെ കഴിഞ്ഞുകൊണ്ട് തന്നെ അടിച്ചു വരൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കളിച്ചാൽ ബാക്കി കളി നമ്മുടെ വീട്ടിൽ നിന്നിട്ടാട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതേ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗതയെ പോയി മേലൊക്കെ കഴുകിട്ടെ. വിൻഷേട്ടുള്ളതുകൊണ്ട് തന്നെ വിൻഷേട്ടന് കുറച്ചേരം ഇരുന്നോളൂല്ലോ. അപ്പൊ ഞാൻ വേഗം മേലൊക്കെ കഴുകിയതേ വിളക്ക് കൊളുത്താൻ നോക്കുക കേട്ടോ. അപ്പോഴേക്ക് 2 വീഴ്ച, ചളിയിൽ വീഴ്ചയൊക്കെ കഴിഞ്ഞേക്കണം കേട്ടോ തേജുവിന്റെ. അപ്പൊ കുട്ടി ഇത് ഒന്നും കൂടി പോയി മേലൊക്കെ തുടച്ച് വരുന്ന വരവാണ് കേട്ടോ അത്. ഞാനിതേ വേഗം വിളക്കൊക്കെ കൊളുത്തി. പിന്നെ നമ്മളിതേ കുറച്ചേരം നിന്ന് തൊഴുതു കേട്ടോ. ചെറിയ രീതിക്ക് ഒരു നാമൊക്കെ ചെല്ലിക്ക് നിന്നിട്ട് ഇങ്ങനെ നിന്ന് തരണം തന്നെ എന്തോ ഒരു ഭാഗ്യമാണ് കേട്ടോ. ഓരോ മൂടനുസരിച്ചിട്ടാണ് ചിലപ്പോൾ നിൽക്കാറ്. പിന്നെ ലൈറ്റ് ഒക്കെ ഇട്ടു കേട്ടോ. കുട്ടി പറഞ്ഞതൊന്നും മനസ്സിലായിണ്ടാവില്ല അല്ലേ. ഫ്രിഡ്ജിൽ കുറച്ച് ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു, അത് എടുത്ത് കഴിക്കുകയാണ്. വിൻഷേട്ടൻ കാണാണ്ട് ഒളിച്ച് നിന്ന് കഴിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, കണ്ട വിൻഷേട്ടൻ തട്ടിപ്പറിച്ച് വാങ്ങുമെന്നറിയാം. ഇപ്പൊ എന്തായി, തേജുവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. വിൻഷേട്ടൻ അതേ വാങ്ങി അവൻ്റെ കഴിച്ചു തുടങ്ങി. അതിന്റെ കരച്ചിലാണ് കുട്ടി കാണണത്. അത് പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. വെറുതെ ആണോ ഞാൻ ടിൻറ്റുമോൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.